ഹായ് എല്ലാവർക്കും നമസ്കാരം. ബിബീസ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസും ചെയ്യുന്നുണ്ടായിരുന്നില്ല, തീരെ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഹസ്ബൻഡാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കുക്കർ മത്തിയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. പല രീതിയിലാണ് എല്ലാവരും തയ്യാറാക്കുന്നത്. നമുക്ക് നമ്മുടെ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കുക്കർ മത്തിക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കുഞ്ഞമത്തി കിട്ടിയത് ഞങ്ങൾ വെട്ടിക്കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സാധാരണ വേണ്ടി വന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില. പിന്നെ നമ്മൾ വാളംപുളിയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ വാളംപുളി വെള്ളമൊഴിച്ച് പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയും കൂടിയാണ് ആവശ്യമായിട്ട് വരുന്നത്. നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ മത്തിക്കകത്തോട്ട് ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയൊരു സ്പൂണിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇത് കൈകൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ മീനിനകത്ത് പുരട്ടത്ത് നല്ലതായിട്ട് പിടിക്കുന്ന രീതിയിൽ നമുക്കിത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. കുക്കർ മത്തിക്ക് എന്നാലും കുക്കർ വേണമല്ലോ. അപ്പോൾ നമ്മൾ കുക്കർ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ആ വെള്ളമയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ വെള്ളമയൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിന് നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ സാധാരണ മീൻകറി വയ്ക്കുന്ന പോലെ ചേർത്ത് കൊടുക്കുന്നില്ല. ശകലം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് വാടുമൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് എണ്ണയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ എടുത്ത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ മത്തി എല്ലാം തന്നെ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാളംപുളി ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമുക്കിതൊന്ന് അടച്ച് കൊടുത്തിട്ട് 5 മിനിറ്റ് ഒന്ന് നമുക്കത് വയ്ക്കാം. ഒറ്റ വിസിൽ മതി കുക്കർ മത്തി റെഡി ആവാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരു വിസിലടിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കർ മത്തി അടുപ്പിൽ വെച്ചപ്പോഴാണ് നമ്മൾ ഡ്യൂട്ടിക്ക് സമയമായി ഓർത്തത്. പെട്ടെന്ന് തന്നെ റെഡിയാവുന്ന സമയത്ത് പോയി ഞാനും കൂടെ ഒന്ന് റെഡിയായിട്ട് ഓടി വന്നതാണ്. അപ്പോൾ നമുക്ക് കുക്കർ മത്തി എന്തായാലും നോക്കാം, തുറന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ആഹാ, അടിപൊളിയായിട്ട് വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്യൂട്ടിക്ക് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോഴത്തേക്ക് നമ്മൾ കറിയായിട്ട് നമുക്ക് ഈ കുക്കർ മത്തി തന്നെ കൊണ്ടുപോയേക്കാം. അപ്പോൾ ശകലം അതിനകത്തുനിന്ന് എടുത്ത് നമുക്ക് ഈ പാത്രത്തിലേക്ക് എടുക്കാം. ചോറിന് കൊണ്ടുപോകാനായിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് ടേസ്റ്റ് കൂടെ നോക്കിയേക്കാം. സൂപ്പർ കുക്കർ മത്തി, അടിപൊളി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മീൻകറി മത്തി വെക്കുന്നതിനേക്കാളും സാധാരണ വെക്കുന്നതിലും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.